ഹലോ ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഗ്ലോ വിത്ത് മീയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നല്ലൊരു അടിപൊളി ട്രാവൽ ലോഗാണ്. എല്ലാ ഒഴിവ് ദിവസങ്ങളും ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോവുക പതിവുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ എവിടെയും പോകണില്ല കേട്ടോ. പോകാനും ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഒട്ടും സമയമില്ലാത്ത കാരണം എവിടെയും പോകാറില്ല. അപ്പോൾ എന്നാൽ നമ്മൾ നേരത്തെ എണീറ്റിട്ട് 4:30 ഇറങ്ങണം എന്നൊക്കെ ആയിരുന്നു നമ്മളെ പ്ലാനിങ് ഉണ്ടായിരുന്നത്. പക്ഷേ മാറ്റി നിന്ന് അങ്ങോട്ട് നിന്ന് ഇങ്ങോട്ട് നിന്ന് സമയം എന്തായാലും പോയപ്പോൾ ഒരു 6:30 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, എവിടേക്കാണ് ട്രിപ്പ് എന്ന് ആരും ചോദിക്കരുത്. എൻ്റെ സ്ഥിര റൂട്ടിലൂടെയാണ് കേട്ടോ പോയോണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പുതിയ പുതിയ കാഴ്ചകളൊക്കെ ഉണ്ട്, പുതിയ പുതിയ സംസാരങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകാവേ. ഇനി ഈ വ്ളോഗ് കാണുമ്പോൾ കുറച്ച് പേരെങ്കിലുമൊക്കെ ചോദിക്കും, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, ഫുൾ ടൈം തെണ്ടി നടക്കുകയാണോ, കുറേ വയസ്സായില്ലേ, ഇനി വീട്ടിൽ തന്നെ അടങ്ങി ഒടുങ്ങി ഇരുന്നൂടെ, അതുപോലെ തന്നെ നിനക്ക് ഡ്രസ്സ് ഒട്ടും ചേരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരും കേട്ടോ. എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല കേട്ടോ, ഫുൾ ടൈം പണിയാണ്. ആ പണീൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് ചെറുതായിട്ടൊരു ടെൻഷനൊക്കെ കുറക്കാൻ, നമ്മളെ പിരിമുറുക്കങ്ങളൊക്കെ കുറക്കാൻ വേണ്ടിയുള്ള ഒരു കുഞ്ഞു യാത്ര, അത്ര വലിയ ഹാപ്പി ആയിട്ടുള്ളൊരു യാത്ര എന്നൊന്നും ഞാനിതിനെ വിശേഷിപ്പിക്കണില്ല. കുറച്ച് ടെൻഷൻ കുറയാനൊരു യാത്ര. പിന്നെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യം, ഈ ഡ്രസ്സ് എനിക്ക് ചേരുന്നില്ല എന്ന് എനിക്ക് തന്നെ ആദ്യം തന്നെ മനസ്സിലായിട്ടുണ്ടോ. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതാണല്ലോ, ഇത്രയും കാശ് കളഞ്ഞതാണല്ലോ, അപ്പോൾ ഒരു പ്രാവശ്യം ഒന്നും ഇടാമെന്ന് ചിട്ടുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 6:30 ശേഷമാണെങ്കിലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല, ഒരു ചായ മാത്രം കുടിച്ചിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നിന്നാൽ പിന്നെ എന്തായാലും 10-11 മണിയാവാതെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നും കഴിക്കാതെയാണ് വന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് നെയ് റോസ്റ്റും മസാല ദോശയും നല്ല കോഫിയൊക്കെ കഴിച്ചു. നല്ല അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറയാനുള്ള കാരണം, ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഹോട്ടലൊക്കെ കയറിയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ കാശ് കളഞ്ഞല്ലോ, എങ്ങനെ കഴിക്കാണ്ടിരിക്കുന്നതൊക്കെ വെച്ച് കുറച്ച് കഴിച്ച് പോകുകയുള്ളൂ കേട്ടോ. ചില സമയത്തൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരിക്കും. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. അപ്പോൾ ഇനി എൻ്റെ ജന്മനാട്ടിലൂടെയുള്ള ഒരു യാത്ര കേട്ടോ. എപ്പോൾ എവിടെ പോകണമെന്ന് തീരുമാനിച്ചാലും ഞാൻ ഈ ജന്മനാടിനെ ഒരിക്കലും മറക്കത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറയാം, നമുക്ക് ഊട്ടി പോവാം എന്നാ പറയാം കേട്ടോ. ഊട്ടി പോകാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, എനിക്ക് ഗൂഡല്ലൂർ വഴി പോകാൻ വേണ്ടിയുള്ള ഒരു ഇഷ്ടം കൊണ്ട് കൂടിയാണ് കേട്ടോ ഈ ഒരു റൂട്ട് എപ്പോഴും തിരഞ്ഞെടുക്കുന്നത്. എൻ്റെ ഒരു ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തൊരു സ്ഥലം ഈ ഒരു റൂട്ടായിരിക്കും കേട്ടോ. അപ്പോൾ എത്ര പ്രാവശ്യം പോയിട്ടുണ്ടാവും എന്ന് ചോദിച്ചാൽ എനിക്കൊരിക്കലും നിശ്ചയിച്ച് പറയാൻ പറ്റില്ല. അത്രയും പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ടായിരിക്കും കേട്ടോ. എത്ര പോയാലും എത്ര കണ്ടാലും എനിക്ക് മതി വരാത്തൊരു സ്ഥലം കൂടിയാണിത്. നമ്മൾ നമ്മളൊരു ബാല്യകാലം, നമ്മൾ മാതാപിതാക്കളുടെ കൂടെ നമ്മൾ കഴിഞ്ഞൊരു സ്ഥലം, അതൊക്കെ നമുക്ക് എപ്പോഴും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മളെ ഓർമ്മയിൽ മാഞ്ഞു പോവാതെ അങ്ങനെ നിൽക്കുമല്ലേ. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. കൂടുതലും മഴക്കാലം വന്നാൽ ഈ ഒരു റൂട്ട് മരം വീഴുക, അതല്ലെങ്കിൽ കല്ല് വീഴുക, അതല്ലെങ്കിൽ മണ്ണിടിച്ചിട്ടുണ്ടാവുക, ഇനി ഒന്നും അല്ലെങ്കിൽ വണ്ടികൾ എന്തെങ്കിലുമൊക്കെ കുടുങ്ങുക, അങ്ങനെ എപ്പോഴും ഒരു റോഡ് തടസ്സം എപ്പോഴും ഈ ഒരു റൂട്ട് അധികം ഉണ്ടാവാറ് കേട്ടോ. മഴക്കാലത്ത് പറയും വേണ്ട, എപ്പോഴും ഉണ്ടാവും. ഇനി ഒന്നും അല്ലാതെങ്കിൽ വല്ല ആന ഇറങ്ങിയിട്ടോ അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് സമയമൊക്കെ എപ്പോഴും നമ്മൾ ബ്ലോക്കിൽ പെടാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് തേയില വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഷിനാസ് പോയിട്ട് കുറച്ച് തേയിലയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. അപ്പോൾ ഈ ഒരു തേയില നമ്മൾ 60 രൂപ മുതൽ വാങ്ങിക്കാൻ തുടങ്ങിയത്. അപ്പോൾ 90 രൂപയായിട്ടോ. നമ്മളെ നാട്ടിൽ പലവിധ തേയിലപ്പൊടി വരുന്നുണ്ടല്ലേ, പക്ഷേ എനിക്ക് ഈ ഒരു ചെമ്പാലിൻ്റെ തേയില വാങ്ങിച്ചാൽ മാത്രമേ ചായ കുടിച്ചൊരു ഫീൽ ഉണ്ടാവുള്ളൂ കേട്ടോ. കാരണം കുറേ വർഷങ്ങളായിട്ട് ഞാനത് യൂസ് ആക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വരുമല്ലോ, അപ്പോൾ വരുമ്പോൾ എന്തായാലും ഒരു 8 പാക്കറ്റ് 9 പാക്കറ്റൊക്കെ ഒന്നിച്ച് വാങ്ങിക്കും. പിന്നെ തീരുന്നത് വരെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്കെപ്പോഴും എന്താ പറയുക, ചെറുപ്പം മുതലേ നമുക്കിവിടെ ആദ്യം താമസിക്കുന്ന സമയത്ത് തേയിലത്തോട്ടവും കാപ്പിത്തോട്ടവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അതിലൊക്കെ ഇങ്ങനെ ഉപ്പൊക്കെ നനക്കണത് ഒക്കെ ചെറിയൊരു ഓർമ്മയിൽ എപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ എനിക്ക് തേയിലത്തോട്ടവും കാപ്പിത്തോട്ടവും അതുപോലത്തെ ഒരു മഞ്ഞും മഴയും ഒക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. അതുകൊണ്ടാണ് എപ്പോഴും ഈ റൂട്ട് മാത്രം നമ്മൾ കൂടുതലായിട്ട് വരാൻ തിരഞ്ഞെടുക്കുന്നത്. ഈ ഒരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങൾ മാത്രം പറഞ്ഞാൽ നിങ്ങളെ ബോറടിപ്പിക്കണില്ല. അപ്പോൾ നമുക്ക് മറ്റെന്തെങ്കിലുമൊക്കെ വിഷയം സംസാരിക്കാം. പ്രകൃതി ഭംഗി ആസ്വദിക്കുകയും ചെയ്യാം, വേറെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയും ചെയ്യാവേ. അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഈ ഷിനുവിൻ്റെ ഈ ഒരു റോയൽ ബ്ലൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആദ്യമൊക്കെ എൻ്റെ വീഡിയോയിൽ എപ്പോഴും റെഡും ഈ റോയൽ ബ്ലൂ ആണ് കൂടുതലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ പേര് കമൻറ്റ് ഇട്ടു, നിങ്ങൾക്ക് ഈ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഈ കളർ മാത്രമേ യൂസ് ആക്കുള്ളൂ. അങ്ങനെ ഞാൻ അതിനോടൊക്കെ തൽക്കാലം ഗുഡ് ബൈ പറഞ്ഞേക്കാണ് കേട്ടോ. ചാനലിൽ ഞാൻ ഒരുപാട് ഊട്ടി ട്രിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഊട്ടിയുടെ വിശേഷങ്ങൾ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ നിങ്ങളെ ബോറടിപ്പിക്കണില്ല കേട്ടോ. കാരണം ഈ ഒരു യാത്രയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒന്ന് റിലാക്സ് ആവുക. നമുക്ക് ഒരുപാട് പിരിമുറുക്കങ്ങളും ഒരുപാട് ടെൻഷനൊക്കെ അല്ല, അപ്പോൾ നമ്മളെ മനസ്സൊന്ന് ശാന്തമാവുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഒരുപാട് ടെൻഷനുള്ള സമയത്ത് ഒരു യാത്ര പോയാൽ ഒന്ന് റിലാക്സ് ആയ പോലെയാണ് കേട്ടോ. കാരണം മനസ്സിനൊരു സമാധാനവും സന്തോഷമൊക്കെ തിരിച്ചു കിട്ടിയ പോലെയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ടെൻഷനുള്ള സമയങ്ങളിലൊക്കെ യാത്ര ചെയ്തിരുന്നു കേട്ടോ. എന്നാൽ ഇപ്പം അങ്ങനെ ഓവർ ടെൻഷൻ കാരണം പോയതൊന്നുമല്ല.
എൻ്റെ ഉമ്മ ജീവിച്ചിരുന്ന സമയത്ത് ഞാൻ പട്ടാമ്പിയിൽ നിന്ന് പെരിന്തൽമണ്ണ വരെ വന്നാൽ പോലും എൻ്റെ ഉമ്മയ്ക്ക് ഭയങ്കര പേടിയൊക്കെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകും, അങ്ങനെയാണ് ഒറ്റയ്ക്ക് പോകാൻ പാടില്ല എന്നൊക്കെ പറയട്ടെ. കുട്ടികൾ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടായിരിക്കും, എന്നാലും അങ്ങനെ ചീത്ത പറയുമായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ ചിന്തിക്കും, ഞാനെവിടെ പോയാലും വന്നോ പോയോ അതിന് കഴിച്ചോ ഒന്നും അന്വേഷിക്കാൻ ആരുമില്ല. കാരണം നമുക്കിതൊക്കെ ഈ ഉമ്മ എന്നൊക്കെ പറയണതല്ല ഉപ്പ എന്നൊക്കെ പറയണ ഒരു ഭാഗ്യം നമുക്കുണ്ടായിരിക്കുമ്പോൾ നമ്മളോട് പേരൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെവിടെയും പോകാനയക്കണില്ലല്ലോ, എവിടെയെങ്കിലുമൊക്കെ പോയാൽ ചീത്ത പറയണമല്ലോ എന്നൊക്കെയുള്ള നമുക്ക് അങ്ങനെയുള്ള ദേഷ്യം വരും കേട്ടോ. പക്ഷെ നമുക്കിതൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ജീവിതത്തിനൊരു അർത്ഥമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. പക്ഷെ ഒരുപാട് വൈകിപ്പോവും. അപ്പം നമുക്ക് അവരോട് ആ സ്നേഹം പ്രകടിപ്പിക്കാനോ അങ്ങനെയൊന്നുമുള്ള അവസരങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാൽ നമ്മളത് തിരിച്ചറിയും കേട്ടോ. എവിടെയും പോകാനില്ലാത്ത കാരണം കേട്ടോ ഞാനെപ്പോഴും യാത്രകളെ പ്രണയിക്കാനും യാത്ര ചെയ്യാനും ഒക്കെ തുടങ്ങിയത് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ചിലരൊക്കെ എന്നോട് ഇങ്ങനെ പറയും, നീ എനിക്ക് അങ്ങോട്ട് പോയിക്കൂടെ, നീ അല്ലേ ബന്ധങ്ങളൊക്കെ പുതുക്കേണ്ടത്, നീ അവരിങ്ങോട്ട് ആരും വന്നില്ലെങ്കിലും കുഴപ്പമില്ല, നീ എപ്പോഴും അവിടെ പോകണം, അങ്ങനെയാണ് നമ്മൾ ബന്ധം പുതുക്കുക എന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയായിരുന്നു കേട്ടോ. അപ്പോൾ ഈയിടെ ആയിട്ട് അവരെ ഒരു സ്റ്റാറ്റസ് ഞാൻ കണ്ടു കേട്ടോ. കാരണം ഉമ്മ മരിച്ചാൽ പെൺമക്കൾക്കാണ് കയറി ചെല്ലാനൊരു ഇടമില്ലാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. പക്ഷേ എനിക്ക് അങ്ങനെയല്ല തോന്നിയത് കേട്ടോ. പെൺമക്കൾക്ക് അങ്ങനെ ഒരു കയറി ചെല്ലാൻ ഇടയില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ കല്യാണം കഴിക്കാത്ത അങ്ങനെയൊക്കെ ചെക്കന്മാരുണ്ടെങ്കിൽ ആൺമക്കളുണ്ടെങ്കിൽ അവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. വീട്ടിൽ ചെല്ലുമ്പോൾ കഴിച്ചോ, എവിടെ പോയത്, എന്തായിരുന്നു വിശേഷങ്ങൾ, പെയ്യേ, അങ്ങനെയുള്ള വിശേഷങ്ങൾ ചോദിക്കാൻ അവർക്കും ആ ഒരാൾ നഷ്ടപ്പെടുക. അപ്പോൾ ഉമ്മമാരില്ലാത്ത വീട് എന്ന് പറഞ്ഞാൽ നരക തുല്യമാണ്. അല്ലാണ്ട് പെൺമക്കൾക്ക് അങ്ങനെ ആൺമക്കൾക്ക് ഇങ്ങനെ അങ്ങനൊന്നുമില്ല കേട്ടോ. ബന്ധങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ്. ഇടയ്ക്കിടയ്ക്ക് നല്ല മഴ പെയ്തിരുന്നു, നല്ല മഞ്ഞും നല്ല കൊടും തണുപ്പും നല്ല കോടയായിരുന്നു കേട്ടോ. ഇടയ്ക്ക് നമുക്ക് വണ്ടിയൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കുറേ അടുത്തെത്തിയാൽ മാത്രമാണ് കാണാൻ പറ്റിയെന്നുള്ളൂ ചില ഭാഗങ്ങളിലൊക്കെ. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തീർച്ചയായിട്ടും നെഗറ്റീവ് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. നെഗറ്റീവ് മാത്രം കേട്ട് നമ്മൾ ടെൻഷൻ അടിക്കാനും സങ്കടപ്പെടാനും ഒക്കെ നിന്നാൽ നമുക്ക് അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. നമ്മളൊരു സമൂഹം പുഞ്ചിരിക്കുന്നവനെ കണ്ടാൽ മാന്യനെന്നും പൊട്ടിച്ചിരിക്കുന്നവനെ കണ്ടാൽ ഭ്രാന്തനെന്നും മുദ്രകുത്തുന്ന നമ്മളെ ഈ സമൂഹം. നമ്മൾ കുഞ്ഞു ഹാപ്പിനെസ്സിൽ ഇവരൊക്കെ സന്തോഷിക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് കേട്ടോ. എന്നാൽ നമ്മളെ കുറച്ച് കഷ്ടപ്പാടോ നമ്മളെക്കുറിച്ച് ദാരിദ്ര്യമോ ഒക്കെ പറയുകയാണെങ്കിൽ ജസ്റ്റ് അത് കേട്ടിരിക്കാനുള്ള മനസ്സ്, ഉള്ളാലെ സന്തോഷിക്കാനുള്ള മനസ്സെങ്കിലുമൊക്കെ ചെറിയ രീതിയിലൊക്കെ കാണിക്കുമെന്ന് തോന്നിയിട്ടുണ്ട്. ഏതൊരു കാര്യത്തിനും നെഗറ്റീവ് മാത്രം കേൾക്കാതെ നമ്മുടെ പ്രതീക്ഷകൾക്കൊക്കെ പിറകെ പോകുമ്പോൾ ചിലപ്പോൾ തോറ്റുപോയേക്കാം. വിജയിക്കുമെന്ന പ്രതീക്ഷ കൈവിടാതെ തോറ്റ് ഒരിക്കൽ നമ്മളങ്ങ് വിജയിക്കും. ഒരുപാട് തോൽവി ഏറ്റുവാങ്ങിയവർ ഒരിക്കലങ്ങ് വിജയിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഒരിക്കലും പരാജയത്തിന് അവരെ തകർക്കാൻ പറ്റത്തില്ല. എന്നാൽ ചിലരൊക്കെ ഒരിക്കലങ്ങ് വിജയിച്ചാൽ നമ്മുടെ എല്ലാ ജീവിത ശൈലികളും മാറ്റി എല്ലാം ആഡംബരങ്ങളായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കും. അവിടെ നമുക്ക് പരാജയം മാത്രമായിരിക്കും കേട്ടോ. വിജയം എന്നാൽ വിജയിക്കുന്നതിൽ മാത്രമല്ല, സ്ഥിരതയുള്ളതും നമ്മൾ എല്ലാ ദിവസവും കഠിനാധ്വാനം ചെയ്യുന്നതും കൂടിയാണ് നമ്മളെ വിജയം. ഒരിക്കൽ വിജയിച്ചു എന്ന് വെച്ച് നമ്മൾ അധ്വാനിക്കാതെ വീണ്ടും ആ വിജയം ഒരിക്കലും നമ്മളെ തേടി വരില്ല. ഊട്ടിയിലെ ഏറ്റവും തണുപ്പുള്ളൊരു കാലാവസ്ഥ ഇപ്പോഴാണ് തോന്നുന്നുട്ടോ. നല്ല തണുപ്പാണ്, നല്ല തണുത്ത് വിറക്കുമ്പോൾ നല്ലൊരു ചൂട് ചായ ആയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നല്ലൊരു ചൂട് ചായ കഴിച്ചപ്പോൾ കുറച്ചും കൂടിയൊക്കെ ചൂടായിട്ടോ. അങ്ങനെ നമ്മളിതാ ഇവിടെ ഇറങ്ങി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കഴിവുണ്ടെങ്കിൽ എത്ര ആസ്വദിച്ചാലും മതിവരാത്തൊരു സ്ഥലമാണ് കേട്ടോ ഇത്. നമ്മളൊക്കെ നമ്മുടെ നാട്ടിലെ എല്ലാ സൗകര്യങ്ങളും കൂടി ജീവിച്ചിട്ട് നമ്മളിവിടെ ഈ ഒരു തണുപ്പ് ആസ്വദിക്കാനും ഈ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ഒക്കെ ആണല്ലോ ഇങ്ങോട്ടൊക്കെ വരുന്നതല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കും, എൻ്റെ ഉമ്മയൊക്കെ ഇവിടെ വർഷങ്ങളോളം ഈ ഒരു കാട്ടിൽ ഇവിടെ താമസിച്ചിട്ടുണ്ട് കേട്ടോ. വേണ്ടത്ര സൗകര്യങ്ങളൊന്നും ഇല്ലാതെ റോഡ് സൗകര്യമോ വാഹന സൗകര്യങ്ങളോ വീട് സൗകര്യങ്ങളോ ഹോസ്പിറ്റലോ അങ്ങനെ ഒന്നും ഇല്ലാണ്ട് അങ്ങനെ എല്ലാം ഒരുപാട് ദൂരത്തായും കൊണ്ട് ഈ കാടിനുള്ളിൽ വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാതെ ഈ തണുത്ത് വിറച്ച് ഈ പെരുമഴയത്ത് മൃഗങ്ങളൊക്കെ പേടിച്ചിട്ട് ഇവിടെ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കതൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവിടെ നമ്മൾ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ തന്നെ മനസ്സിലൊരു നോവായിട്ട് അതവിടെ അങ്ങനെ കിടക്കൂട്ടെ. കാരണം കുഞ്ഞു മക്കളെ കൊണ്ടൊക്കെ ഒരുപാട് വർഷങ്ങൾ അവരിവിടെ താമസിച്ചിട്ടുണ്ട്. ഇവിടെ താമസിച്ചിരുന്ന സമയത്ത് ഞാനൊക്കെ വളരെ ചെറിയ കുഞ്ഞായിരിക്കുമ്പോഴാണ്. എന്നാലും നമ്മൾ കുറേ ദൂരം നിന്നിട്ടൊക്കെ ആനയൊക്കെ നോക്കി കണ്ടതും ആനയ്ക്ക് തുമ്പിക്കയിൽ ഫുള്ള് മണ്ണ് വാരിയിട്ട് ഫുള്ള് മേലിൽ കൂടെ മണ്ണിട്ടിട്ട് ചുവന്ന കളറിൽ ആനയൊക്കെ ഇങ്ങനെ കണ്ടതൊക്കെ എൻ്റെ വിദൂര കാഴ്ചകളിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ രാത്രിയൊക്കെ ആകുമ്പോൾ ആന ഇറങ്ങണതൊക്കെ പേടിച്ചിട്ട് നമ്മളിങ്ങനെ കൃഷിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നശിപ്പിക്കുമെന്ന് വെച്ചിട്ടോ നമ്മളെ വീടിൻ്റെ അടുത്തേക്ക് വരുന്നു പേടിച്ചിട്ടോ ഒക്കെ ഏർമാടം കെട്ടിയിട്ട് അതിൻ്റെ മേലിരിക്കുന്നത്, അതുപോലെ അങ്ങനെ തകരത്തിലൊക്കെ കൊട്ടിയിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നത്, അങ്ങനെയൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു കുഞ്ഞു മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ അന്നത്തെ ഒരു ചെറിയ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ പതിഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ നമ്മളിവിടെ വരുന്നുണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ഇങ്ങനെ ഇറങ്ങണമൊന്നുമില്ല. ഇവിടെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ നല്ല ഇഷ്ടമാണ്. നല്ല റേറ്റ് കുറഞ്ഞിട്ടെല്ലാം കിട്ടുമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ കുറച്ച് കൂടുതൽ വാങ്ങിക്കും കേട്ടോ. എനിക്കങ്ങനെ നല്ല നീളത്തിലുള്ള ഇയറിങ്സാണ് ഇഷ്ടം. കാരണം ഇതൊക്കെ ഇതുപോലത്തെയൊക്കെയാണ് നല്ല ഭംഗിയുള്ള നല്ല റേറ്റ്, നമ്മളെക്കാളും പകുതി റേറ്റിൽ ഇവിടെ കിട്ടും കേട്ടോ. അപ്പം വരുമ്പോൾ കുറച്ച് കൂടുതൽ വാങ്ങിക്കാൻ ശ്രമിക്കാറുണ്ട്.
എൻ്റെ ഫാമിലിയൊക്കെ ഇവിടെ താമസിച്ചിരുന്ന സമയത്ത് നമുക്ക് പെരിന്തൽമണ്ണയിൽ വീടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ വീട്ടിൽ നമ്മൾ താമസിക്കുന്ന സമയത്ത് ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടേക്ക് താമസം മാറ്റിയത്. വർഷങ്ങളോളം ഇവിടെ താമസിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊക്കെ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്, എന്നിട്ട് പോലും നമുക്ക് എന്നും പോരാ എന്നുള്ള ചിന്താഗതിയാണല്ലേ. അപ്പോൾ ഒത്തിരി സൗകര്യങ്ങളും ഇല്ലാണ്ട് ഈ കാട്ടിലൊക്കെ താമസിച്ച് അവരൊക്കെ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ. രാവിലെയൊക്കെ നല്ല തണുത്ത് വിറക്കും. അപ്പോൾ നമ്മൾ കുറേ മരക്കഷ്ണങ്ങളും മരത്തിൻ്റെ ചെറിയ ചുള്ളിക്കമ്പുകളും അതുപോലെ തന്നെ കുറേ ഇലകളൊക്കെ ഇട്ടിട്ട് നല്ലോണം തീ കായും കേട്ടോ രാവിലെ എണീറ്റ് പാടെ തന്നെ. എന്നാലും നമുക്കൊന്ന് എണീറ്റ് തണുക്കാതെ കുറച്ചെങ്കിലും തണുപ്പില്ലാതെ വിറക്കാതെ നിൽക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ എൻ്റെ ചെറിയ ഓർമ്മയിൽ ഇങ്ങനെ വരും, എത്രയും തണുപ്പ് അനുഭവിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചു വരിക കേട്ടോ. നമ്മളിനി ഒരുപാട് റിസ്ക് എടുത്ത് അവിടെ ഇവിടെ ഇറങ്ങണമെന്നില്ല. ഒന്നാമത് മഴയാണ്, പിന്നെ നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ നിച്ചൂന് തണുപ്പടിച്ചിട്ട് വയ്യാണ്ടാവുമോ എന്നൊക്കെ പേടിച്ചിട്ട് നമ്മൾ തിരിച്ചു വരികയാണ്. അങ്ങനെ വരുന്ന വഴിക്ക് നമ്മൾ കുറേ വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിച്ചു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ